ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു കിടിലൻ സ്നാക്സാണ്. വളരെ ടേസ്റ്റിയായ ഹെൽത്തിയുമായ ഒരു സ്നാക്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ ക്യാരറ്റാണിത്. ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ച ക്യാരറ്റാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 2 വലിയ ക്യാരറ്റാണ് ആവശ്യമുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്തത് നമ്മളിത് ബാക്കി ജ്യൂസിനേക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം വേവിക്കുന്നത്. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചിട്ടെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിലായിട്ട് നല്ലപോലെ വെന്ത് വരും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് ഇതുപോലെ ഇങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 മുട്ടയാണ് പൊട്ടിച്ചിട്ടത് ഇട്ടിട്ടുള്ളത്. പിന്നെ 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് പാലാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ക്യാരറ്റ് വലിപ്പമുള്ള 2 ക്യാരറ്റ് പുഴുങ്ങിയത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ 4 മുട്ട പൊട്ടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് പാൽപ്പൊടിയാണ് കേട്ടോ. കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. നല്ല പോലെ അടിച്ചെടുത്തിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല സെറ്റായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് പോളപ്പാത്രം വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ആവുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അടി പിടിക്കാണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ RKG ഇറ്റിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് 10-15 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ച് വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് RKG ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാമൊക്കെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ല പോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം 15 മിനിറ്റ് ആവുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ മിക്സ് സ്നാക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്നാക്സ് അധികം ഒന്നും വെന്ത് വന്നിട്ടില്ല. അതിൻ്റെ മുകൾ ഭാഗം കുറച്ചും കൂടി വേണ്ടതുണ്ട്. അടിഭാഗമൊക്കെ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുകൾ ഭാഗം കുറച്ചും കൂടി വേണ്ട ആവശ്യമുണ്ട്. അത് 10-15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയ ഒരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.